അമ്പാടി ശ്രീകുട്ടനെടുത്തു പോയത് 2 കാര്യത്തിനാണ്. എന്താണ് ആ രണ്ടാമത്തെ കാര്യം? അതവിടെ നിന്നുണ്ട്. ഇനി ജയിക്കാൻ വെറും 5 റൺസ് മാത്രം. എല്ലാ കണ്ണുകളും അനൂപിന്റെ ബാറ്റിൻ തുമ്പിലേക്ക്. നിനക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. ഇവന്മാരെ കൊണ്ട് ഫുള്ള് പ്രശ്നമാണ് സാറേ. തല്ലുപിടുത്തോ, സ്കൂൾ അറച്ച് ത്രികോണം വരപ്പോ. പിള്ളേരല്ലേ നാലോക്കുമ്പോ തല നിരങ്ങും. ഇവന്മാര് വീണ്ടും തുടങ്ങിയല്ലേ? എന്ത് ചെയ്യാൻ സാറേ, ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചാ അവരെല്ലാം കൂടെ വന്നിട്ട് 3 മൂലയ്ക്ക് ഇരുത്തിക്കോളാൻ പറഞ്ഞിട്ട് പോകും. എന്നാ അങ്ങനെ ചെയ്യാം. ഇനി 3 മൂലയ്ക്കല്ല, 3 ക്ലാസ്സിലിരുത്ത്. വെച്ച് വൈകിക്കണ്ട, ഇപ്പോഴേ മാറ്റിക്കോ 3. കളിയാക്കണാണല്ലേ, എന്തേലും ചെയ്തേ പറ്റൂ. വെള്ളം കഴിഞ്ഞല്ല അതിന്റെ കറിയുടെ അവിടെ വെൽക്കം ബാക്കി പോയി. എന്ത് എവിടെ ഇരുന്നോട്ടാ? അതൊന്നും പറ്റൂല, ഇവിടെ 4 പേരുണ്ട്. പറയണ കേക്ക്. ഇവനെന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയേ? ഓ എടാ, ഒരു ഓട്ട് കിട്ടിയല്ലേടാ. നാളെ രാവിലെ നേരത്തെ വരണം. ആരാ? എന്തിന്? എങ്ങനെയും ഓട്ടോ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ് കേട്ടോ. എന്റെ കയ്യില് വേറെ ഐഡിയ ഉണ്ട്, എടുക്കട്ടെ? എടാ പുറത്ത് മിണ്ടായിരുന്നോ? എന്നെ വല്ലതും കിട്ടുന്നേക്ക്. ഓ പൂർത്തിയായ അവന്റെ ഒടുക്കത്തൊരു ഡെസ്ക് മാറ്റിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങൾ വോട്ട് പിടിക്കാനാണോ ഇതൊക്കെ ചെയ്യണത്? ആണെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇതൊക്കെ തന്നെ. ആ പിന്നെ നിന്റെയൊക്കെ ഡെസ്ക് മോട്ടിച്ച്, നിന്നെയൊക്കെ ക്ലാസ് മാറ്റിച്ച്. ബെസ്റ്റ്. ഇലക്ഷൻ ജയിക്കാനാണെങ്കിൽ എൻ്റെ ഒരു വഴിയുണ്ട്. എന്തോന്ന്? പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. ഇവിടെ നിക്ക്. ഒരു സെക്കൻഡ് ലീഡർ ആവാൻ. എന്റെ പൊന്നു പൂർത്തി രാജേ, ഒന്നും ഉണ്ടായി. നീ പറ. ഇനി നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ദൈവത്തിനായിരിക്കും. അതെ,
പാവങ്ങൾക്ക് അയാൾ ദേവൻ, ഗുണ്ടകൾക്ക് അയാൾ അസുരൻ. ഞങ്ങൾ ഭസ്മം ടീമിനെയാണ്. ബായ്ജാൻ. ഈ ഡയലോഗ് ബായ്ജാനാ? അതാരടെ? ബിനീഷ്, ഇല്ലുമിനാറ്റി ബിനീഷ്, ഞങ്ങളുടെ ബായ്ജാൻ. ആരായി ബിനീഷ്? ഇല്ലുമിനാറ്റി നേട്ടിട്ടുണ്ടോ? ഓ ഒരെണ്ണ എൻ്റെ വീട്ടിലുണ്ട്. ആ അത് തന്നെ. ഇല്ലുമിനാറ്റിയുടെ ഈ ഏരിയയിലെ കാര്യങ്ങളൊക്കെ നോക്കണ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബിനീഷ് അണ്ണൻ. സെക്രട്ടറിയാ? ഓ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളെല്ലാം ഇല്ലുമിനാറ്റി ചേർക്കുമെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഓ കേട്ടിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ സംസാരിച്ച് കൊള്ളാക്കില്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വലിയ പാടാവും. ഓ വാ വാ വാ. Alfonso, Monica, Alfonso Riva Bonfica, Alfonso, Monica, Alfonso Riva Bonfica, te amo bonita, muy como nochina, oh bella finica, muy como nochina, Monica eres mía. Bye, പൂജ കളിയും തോരി ടീമും തുളച്ച് വന്നു നിൽക്കണത് ഇപ്പൊ കണ്ടില്ലേ? ഇനി ഹെഡ് ഓഫീസിൽ വിളിക്കുമ്പോഴേ ഞാനെന്തോ പറയും? ഹെഡ് ഓഫീസാ? ആ ഇല്ലുമിനാറ്റി ഹെഡ് ഓഫീസ്. ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്നേക്ക് ഭയങ്കര മതിപ്പായിരുന്നു. എന്ത് പറയാൻ, എല്ലാം കൂടെ കളഞ്ഞില്ലേ? ബൈജാൻ. ആര്? ബൈജാൻ ഇവരെന്റെ കൂട്ടുകാരാ. ഇവർക്ക് ബൈജാൻ്റെ ഒരു സഹായം വേണം. ഡേയ്, നിന്നെ ഇനി ഞാൻ സഹായിക്കാൻ പോണില്ല. പിന്നെയാണ് നിന്റെ കൂട്ടുകാരന്മാരെ ഓക്കെ അല്ലേ വിളിക്കുന്നു. അവനെ പോണതിന് മുമ്പ് ഈ ആഴ്ചത്തെ വരിക്കാശ് തന്നിട്ടില്ല. അത് വെച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ ഒന്ന് കാര്യം പറ. അതായത് പേടിയുള്ളത്തെ മറ്റേ മോ പേരെന്താ പറഞ്ഞല്ലേ? ശ്രീകുട്ടൻ. ഓ നൈസ് നെയിം. പറ ശ്രീകുട്ട, എന്താ പ്രശ്നം? അണ്ണാ പ്രശ്നം എന്തെന്ന് വെച്ചാ, ഒറ്റ മിനിറ്റ്. നിന്റെ കോഴിയുടെ കേസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മീറ്റിംഗ് കൂടുമ്പോഴത്തേക്ക് നിനക്കാണ് ഏറ്റവും കൂടുതൽ കോഴികളെ സെറ്റാക്കി. അണ്ണപ്പത് പറയാൻ തുടങ്ങിയിട്ട് കുറേയല്ല. ഇത് വല്ലതും നടക്കോ? എന്റെ ഫോണും തരാൻ ആദ്യ തവണ തരാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും മാറിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ സെറ്റാക്കി തന്നെയാണ്. ഹലോ ഹലോ, പിന്നിക്കൂടെ ചേട്ടനല്ലേ? ആണെങ്കിൽ അതെ ചേട്ടാ, നിങ്ങളുടെ മോനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയ മഞ്ഞ സ്കൂട്ടറുകാരനല്ലേ? പുളിമാത്ത് വഴി നേരെ വച്ച് ഓടിച്ചിട്ടുണ്ട്. മേശയാകുമ്പോ സാധനം വെച്ചാ തട്ടി പൊട്ടി എന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് അത് ഉണ്ടാക്കിയവന്റെ കടയിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അപ്പൊ അതാണ് പ്രശ്നം. അതിന് പ്രശ്നം പറഞ്ഞില്ലല്ലേ? ഇല്ല, എന്നാ പറ. അപ്പൊ അതാണ് കാര്യം. ഇതൊരു കടുത്ത മത്സരമാണ്. ജയിക്കാൻ ആപ്പ് വെപ്പ് ടെക്നിക്കുകളൊന്നും പോരാ. പകരം ബുദ്ധിപരമായ ആശയങ്ങളാണ് വേണ്ടത്. ആ അണ്ണന്റെ ഇല്ലെന്ന് വാ പോവാടെ. കേട്ടിടത്തോളം പിള്ളേർക്ക് നിന്നെ ഒന്നും ഒരു വിലയില്ല. അത് സത്യം. ആദ്യം പിള്ളേരുടെ മനസ്സിന്റെ വാതിൽ പോയെന്ന് മുട്ടണം. നീ പുറത്ത് നിപ്പുണ്ട്, ഒന്ന് വാതിൽ തുറക്കണം എന്ന് അവർക്ക് തോന്നണം. അണ്ണാ വല്ല മനസ്സിലാവണമെന്ന് പറഞ്ഞ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പറയാം. നിന്റെ പിറന്നാളെന്നേ? ജനുവരിയിലായിരുന്നു. അണ്ണന്റെ എന്റെ അടുത്ത മാസം 2-ാം തീയതി. 2-ാം തീയതിയാ? അപ്പൊ അണ്ണൻ എത്ര വയസ്സ്? 30. എന്നാ നിങ്ങളൊരു കേക്ക് കൂടെ മുറി. നിങ്ങൾ കാര്യം പറയണ്ണ. നിന്റെ പേരെന്തെന്ന് പറഞ്ഞു? പൃഥ്വിരാജ്. ആഹാ, നീ നമ്മുടെ ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങള് ആരുടെ പിറന്നാളാണ് അടുത്തത്? എന്റെ. ആ അപ്പൊ നാളെ നിന്റെ ബർത്ത്ഡേ. ഹെൽത്ത് ബോയ് സോപ്പിട്ട് കുളിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെ?
ഹെൽത്ത് ബോയ് എവിടെയോ ആരോഗ്യം. എന്തോ നിങ്ങൾ പിള്ളേരെ പഠിച്ചോണ്ടിരുന്നോ? പണിയും ചെയ്യൂല ചുമ്മാ. അതോട് അപ്പൊ പറ, ഹെൽത്ത് ബോയ് എവിടെയോ അതാണ്. അപ്പൊ ശ്രീകുട്ട, നിന്നെ ഞാനൊരു ഹെൽത്ത് ബോയ് ആക്കാൻ പോവാണ്. ഇനി തന്നെ ആര് കണ്ടാലും ആര് പേര് വിളിച്ചാലും ഈ ഡയലോഗ് അവരുടെ മനസ്സിൽ മിന്നിത്തിളങ്ങണം. ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ചെഴുതിയത്. ഭായിജാനൊരു കില്ലാടി തന്നെ. അപ്പോ ഈ മന്ത്രം എല്ലാരും ജപിക്കണം, ജപിപ്പിക്കണം. ഇനി സർജിക്കൽ സ്ട്രൈക്ക്. ഇപ്പൊ നിങ്ങൾ പിള്ളേരുടെ മനസ്സിലേക്ക് കയറി ചെന്ന് നിന്ന് കഴിഞ്ഞു. ഇനി ഒരു കസേരയിട്ട് ഇരിക്കണം. എടേ, കസേരയ്ക്ക് പോവല്ലേ? ഓ ഇരി ഇരി. വേണ്ടെങ്കി വേണ്ട. നാളെ നിങ്ങളുടെ കൂട്ടുകാർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണ് തള്ളണം. അതെങ്ങനെയാ? പറയാം. നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ഭിത്തിയിൽ മുഴുവൻ വർണ്ണപ്പകട്ടായിരിക്കണം. എന്ന് വെച്ചാൽ കണ്ടതും കഴിവതൊക്കെ ഒട്ടിച്ചു വയ്ക്കാനല്ല, പഠിക്കാനുള്ള സാധനങ്ങളായിരിക്കണം. എന്ന് വെച്ചാ കുറെ വൃക്കയും ഹൃദയവും കൃതാവൊക്കെ ഇല്ലടേ. സോപ്പ്. ധന്യവാദം. അടുത്ത പ്ലാൻ ഇനിയാണ് നമ്മൾ മനഃശാസ്ത്രപരമായി നീങ്ങാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഡേ, ഓരോ പിള്ളേരുടെ മനസ്സ് പഠിക്കണമെന്ന്. അതിന് നിങ്ങൾ അടിയുണ്ടോ നോവാത്ത ചൂരിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. കണ്ട സാധാ ചുരുകണം തന്നെ ഇരിക്കും. അടിയുണ്ട വേറെ അടുക്കയില്ല അറിയില്ല. സിനിമയിലെ സീരിയലിലൊക്കെ ഇത് തന്നെ ഉപയോഗിക്കണ. ചുമ്മാ അങ്ങ് അഭിനയിച്ചു കൊടുത്താൽ മതി. വള്ളിച്ചാട്ടം, ബാറ്റും ബോള്, ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, അങ്ങനെ എന്തെല്ലാം ഷോറൂമിലുണ്ടെന്ന് അറിയാവോ? പിന്നെന്താ നമുക്കറിയാത്ത? ചോദിച്ചാലല്ലേ തരൂ. അതെങ്ങനെ? ഇതൊക്കെ ധൈര്യമായിട്ടൊക്കെ ഒരാളുണ്ട്. ഇതാണ് പ്രശ്നം. ഈ പുഴു അടിക്കുന്ന ക്ലാസ് നമുക്കും ആ നല്ല ക്ലാസ് അരിയും സാധനം നമുക്കും. ക്ലാസ് മാറ്റണം. അതെങ്ങനെ? ശ്രീകുട്ടൻ ചോദിക്കും, നടത്തി തരുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, ശ്രീകുട്ടനെ വോട്ട് ചെയ്യണം. നീ പറഞ്ഞ ചോറിൽ കിട്ടുമല്ലോ അല്ലേ? പിന്നെ ഞാൻ സംസാരിക്കും. ലീഡർ ആയി കഴിഞ്ഞാൽ ആരും ചെയ്യുന്ന അതായിരിക്കും. ഉറപ്പ്? ഒന്ന് വോട്ട് ചെയ്ത് നോക്ക്.